അപ്പൊ അവിടെ ഇന്നത്തെ പരിപാടി ഫിറോസ് ഖാന്റെ പുട്ട്. ഫിറോസ് ഖാൻ മറ്റേ വേൾഡ് റെക്കോർഡ് പുട്ടുണ്ടാക്കിയല്ലോ. ഫിറോസ് ഭായ് പുട്ടുണ്ടാക്കി, നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറ പുട്ടുണ്ടാക്കി, വേൾഡ് റെക്കോർഡ് പുട്ട്. അത് കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മളെന്താ പരിപാടി? ലോകത്തിലെ ഏറ്റവും വലിയ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകണം. ആ പുട്ടിനുള്ള സംവിധാനങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇതിനുള്ള അടുപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ മാവൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതന്നെ അവിടെ ഇരിക്കട്ടെ. പൊട്ടിച്ചൊരു പുട്ടും കടലയും നമ്മൾ ഇട്ട് അലക്കെ പോകും. മതി 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 പടം. അടിപൊളി പുട്ടാ. പുട്ടും കടലയും കണ്ട വികാരല്ലേ പിന്നീട്. അപ്പൊ ഇതാണ് ഫിറോസ് ഖാൻ പുട്ടുണ്ടാക്കിയ കഥ. എന്തൊരു കഷ്ടപ്പാടല്ലേ അപ്പൊ നമ്മൾ ആലോചിക്കുന്ന അതാണ്. അതായത് ഇത്രയും കുറെ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുന്നത്, ഇങ്ങനത്തെ ഫുഡ് ആയിട്ടുള്ളത് കുറച്ച് മുന്നിട്ടിട്ടുണ്ട്. എന്തായാലും നല്ല വെടിച്ചില് സാധനം ഉണ്ടാവും. അതെ, കാണുമ്പോ നല്ല ഫ്രെയിമും ഉണ്ട്, നല്ല കഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ കണ്ടിരിക്കും ഫിറോസ് ഖാന്റെ പുട്ട് കുത്തി പുട്ട് വരുന്നത്. അപ്പൊ ഇത് ഫിറോസ് ഖാന്റെ ചാനലിൽ വന്നപ്പോ എല്ലാവരും ഇത് തന്നെയായിരുന്നു. അതായത് കിടിലം ഫിറോസ് ഖാൻ അടിപൊളി എന്നായിരുന്നു. 1-2 ഫേസ്ബുക്ക് പേജുകളിൽ ഇവരിത് റീപോസ്റ്റ് ചെയ്തവര്. കഥ മാറിയടി. ഇതിനടിയിൽ വന്ന കമന്റുകൾ സ്നേഹം ഒന്ന് വായിച്ചാ വായിച്ചോ. ഇവന്റെ കയ്യിൽ കുറെ വെറുതെ കിട്ടുന്ന ക്യാഷ് ഉണ്ട്, അതിന്റെ അഹങ്കാരമാണ്. അധ്വാനിച്ച് പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കുമ്പോഴാണ് കാശിന്റെ വില മനസ്സിലാകൂ. അങ്ങനെ വരുമ്പോൾ ഈ മാതിരി കൂത്ത് കാണിക്കില്ല. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ അവന്റെ യൂട്യൂബ് ചാനൽ കയറി കാണുന്നതെന്ന് നിർത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ അവന്റെ ഈ അഹങ്കാരമൊക്കെ. അപ്പൊ ഇയാളിട്ടപ്പോ നെഗറ്റീവ് കമന്റ് അല്ലേ? അതിനെ അങ്ങനെ കാണരുത്. അതായത് ഇതിന് എന്താ പറയാ, ഇത് അഹങ്കാരമാണ്. സ്ഥിരമായി വരുന്ന സാധനങ്ങളാണ്. നമുക്ക് അഹങ്കാരമാണ്. ഇതാണ് എല്ലാരും ഇത് നിർത്തിപ്പോയാ മതി എന്നൊക്കെ. ഞങ്ങൾ ഇത് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഈയൊക്കെ അവിടെ പോയി കമന്റ് ഇടും. പള്ളിത്തോടി പോകും. പറയിപ്പിക്കുന്നേ പള്ളിത്തോട് പോയിട്ടും. അല്ല, ഈ മെസ്സേജ് അയക്കുന്നവർക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആരെങ്കിലും ഉണ്ടാവും. അല്ല, ഇതെന്താ കോമഡി അറിയെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ബ്ലോഗേഴ്സ് ഒക്കെ ഒന്നുകൊണ്ട് ഇങ്ങനെ തീർന്നു. ഇല്ലെങ്കിൽ എന്താ പരിപാടി അറിയാം എനിക്ക്. മറ്റേ വേറെ കുറെ വീഡിയോസ് ഉണ്ട്, അതിനടി പോയിട്ട് കമന്റ് ഉള്ളതാണ്. എന്തായിട്ട് അറിയെങ്കിൽ അണക്കൊക്കെ നിർത്തിപ്പോയിക്കൂടി, അണക്കൊക്കെ ചോദിക്കാനും പറയാനും ആളില്ലേ. അടുത്ത ആള് കേരളം ഇങ്ങനെയൊക്കെയാണ്. എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള എല്ലാ സൂത്രപണികളും മലയാളിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നല്ല എളുപ്പമാണല്ലോ. 10-12 അടി വലുപ്പത്തില്, 12 അല്ല 10-15 അടി വലുപ്പത്തില് ആ സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ സ്റ്റീലിന്റെ സാധനം വെൽഡ് ചെയ്ത്. ഞാൻ ഒരു കേസ് പറയാം. ഫിറോസ് ഖാന്റെ അവിടെ പോയിട്ട് അവരുടെ മറ്റേ പൊന്നാങ്കണ്ണി ചീരന്റെ ആ ഷെഡ് മൊത്തം എല്ലാം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ജിത്തുഭായി. അത് ഫുള്ള് മൂപ്പരും ടീമും കൂടി ഇരുന്നുണ്ടാക്കുകയാണ് അല്ലേ? എനിക്കതൊന്ന് മൂപ്പര ഈ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവരെന്നെ ഉണ്ടാക്കണതാണ്. ആ പുട്ടുണ്ടാക്കാനുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറും സാധനങ്ങളും അവരുണ്ടാക്കുന്നതാണ്. അതിപ്പോ ഇങ്ങനെ വെറുതെ വെള്ളപ്പങ്ങാടി ടിങ് 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 എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാൽ നടക്കൂല. ഈ കമന്റ് ഇടാൻ വേണ്ടി ടൈപ്പ് ചെയ്തുണ്ടാക്കാൻ വലിയ പാടല്ലേ. വിരലോണ്ടല്ലേ ടൈപ്പ് ചെയ്യുന്നത്, നാവുകൊണ്ടൊന്നല്ല, കുത്തിയിട്ടല്ലേ ടൈപ്പ് ചെയ്യുന്നത്. വലിയ പാടുണ്ട് കാണിക്കാൻ വേണ്ടിട്ട്. അടുത്തായി എന്ത് പ്രഹസനമാണോ ഇതൊക്കെ? വിശപ്പിന് വേണ്ടിയല്ലേ ആഹാരം ഉണ്ടാക്കുന്നത്, അല്ല ഇതുപോലുള്ള പട്ടി ഷോയ്ക്ക് വേണ്ടി മാത്രമാകരുത്. ഈ കമന്റ് ഇട്ട വ്യക്തിയോട് പറയാനുള്ളത്, ഇതൊരു കൈൻഡ് ഓഫ് ഫാന്റസിയാണ്. ഈ ഫുഡ് വീഡിയോസ് കാണാന്നൊക്കെ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് തിങ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോസിന്റെ കോണ്ടന്റുകളിലെ ഒരു സാധനമാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് എന്താ പറയുക പ്രസന്റ് ചെയ്യുന്നത്, ഷെഫുമാരെ വീഡിയോ.
ഇതിന് ഭയങ്കര വ്യൂവർഷിപ്പാണ്. ഇതൊക്കെ വ്യൂവർഷിപ്പ് മാത്രമല്ല, ഇതൊക്കെ ഭയങ്കര റീവാച്ച് കണ്ടന്റ്സ് ആണ്, എവർഗ്രീൻ കണ്ടന്റ്സ് ആണ്. ഇയാളുണ്ടാക്കണ ഫുഡൊന്നും വേസ്റ്റ് ആക്കി കളയുന്നില്ല. ഇയാൾ അവിടെയുള്ള നാട്ടിലുള്ള അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും കൊണ്ടുപോയി കൊടുക്കാണ്. ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെ അങ്ങനെ നീച്ചിരുന്നിട്ട് പൈസേന്റെ ഊക്കാണ്, ഫുഡ് ഉണ്ടാക്കി തള്ളുകയാണ്, മറ്റേ പൈസേന്റെ കഴപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേർക്കാതെ പൈസ ഉണ്ടാക്കുക. ഒരു കാര്യം, അങ്ങനെ വേർക്കാതെ പൈസ ഉണ്ടാക്കുക ഫിറോസ് ഭായിന്റെ പുട്ടുണ്ടാക്കിയതിൽ കമന്റ് ഇട്ടവരോട് നിങ്ങൾ എന്തായാലും ഇപ്പൊ വേർക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരും അല്ലേ? അല്ല, ഒരു ചെറിയ പുട്ടുണ്ടാക്കുമ്പോ തന്നെ ഇവരുടെ ഭാര്യമാരും അമ്മമാരും കൂടി ഒക്കെ ഫുഡ് തിന്നിട്ടാണ് ഈ പറയുണ്ടാവുക. അടുത്തൊരു ഇംഗ്ലീഷ് കമന്റ് ആണ്. What is the purpose behind this? What messages is he trying to convey on social media through this action? It doesn't serve any practical purpose in everyday life. Does it contribute to productivity, or is it just about gaining more visibility? It doesn't seem to show an understanding or appreciation for the difficulties involved. Wow! Just like wow! അല്ല, ഇയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിപ്പോ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിട്ട് പൂട്ടുണ്ടാക്കി തള്ളിയതല്ലല്ലോ, കണാറിനല്ല ഫിറോസ് ഭായ്. ഇതില് പ്രൊഡക്ടിവിറ്റീന്റെ കാര്യവും വിസിബിലിറ്റീന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ചെയ്യുന്നത്. അല്ലാതെ രാജ്യത്തിന് ചോദിച്ചിട്ട് രാവിലെ ചെന്നിട്ട് ഫിറോസ് ഭായ് ചാരിറ്റി ചെയ്യുന്നതല്ല. ഫിറോസ് ഭായ് അങ്ങനെ ചെയ്തിരുന്ന ഒരു സാധനം ഉണ്ട്, പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ളവരെ ഹെൽത്ത് നന്നായിക്കോട്ടെ, എല്ലാവരും ഫാമിങ് തുടങ്ങിക്കോട്ടെ, ചീര കഴിച്ചെല്ലാരും രക്ഷപ്പെട്ടോട്ടെ. അന്ന് എല്ലാരും കൂടി നാട്ടിലെ മറ്റേ കമ്മ്യൂണിസ്റ്റ് അബ്ബിയും തൊട്ടാവാടിയും വെച്ചിട്ടാണോ ഇത് പൊന്നാങ്കണ്ണി അല്ലേ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പുട്ടുണ്ടാക്കിയപ്പോ അതും വിഷയമായി പോയി. കൊള്ളാം. ഹേയ് മനുഷ്യരെ, ഈ മെസ്സേജ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? നിങ്ങൾ കുറഞ്ഞത് 50,000 രൂപയെങ്കിലും ഇതിന് ചെലവാക്കി കാണും. കേരളത്തിന്റെ പല ഭാഗത്തും ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി ഓടി നടക്കുന്ന, ഒരു വീടില്ലാതെ വിഷമിക്കുന്ന, കെട്ടിക്കാൻ പ്രായമായിട്ടും പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുള്ള നമ്മുടെ കേരളത്തിൽ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ല അയാള് ഇട്ട മെസ്സേജ് കമന്റിന്റെ ആദ്യത്തെ ഇത് വായിച്ചു. ഹേ മനുഷ്യരെ, ബാക്കി വായിക്കും. അതാ രസം. ബാക്കി വായിക്കും. ഈ മെസ്സേജ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? അതന്നെയൊക്കെ എന്നോട് ചോദിക്കാം. ഞാൻ ഈ കമന്റ് കൊണ്ട് എന്ത് ഗുണമാണ്? 4 ആളെ വിശപ്പ് മാറൂ, 4 ആളെ പട്ടിണി മാറൂ. ഇയാള് മറ്റേ നാടോടി നൃത്തത്തിന്റെ അല്ലേ, ഈ കമന്റ് ഇട്ട നേരം കൊണ്ട് നാട്ടിൽ ഇറങ്ങിയിട്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് 2 പൊതിച്ചോറങ്ങിന് മേടിച്ചു കൊടുത്താൻ പറയുന്നുണ്ട്. അല്ല, ഇതിനുപയോഗിക്കുന്ന നെറ്റ് ഉണ്ട്, ആ നെറ്റിന്റെ പൈസ കൊണ്ട് ഒരാൾക്ക് റീചാർജ് ചെയ്യുന്ന പോയി ചെയ്യണേ. വിയർപ്പ് ഒഴുകാതെ കിട്ടുന്ന കാശിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വിയർപ്പ് ഒഴുകി കിട്ടുന്ന കാശ് കൊണ്ട് ഇത് ചെയ്താൽ നെഞ്ചു കത്തു. വിയർപ്പ് ഒഴുകുന്ന കാശ് കൊണ്ടുപോയിട്ട് ഓൻ ഡീപ്പ് ഇട്ട 2 ദൈവങ്ങളെ ഫോട്ടോന് മുന്നിൽ അമ്പലത്തിൽ കൊണ്ടുപോയി ഇടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതായത് കല്ലിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെറുതെ കാശ് ഇടലില്ലേ? വേർപ്പ് ഒഴുകി ഉണ്ടാക്കുന്നത് അല്ലാതാണെങ്കിലും അത് കൊണ്ടുപോയി വെറുതെ അവിടെ കൊണ്ടുപോയി കൊടുക്കലുണ്ടല്ലോ. അതിന് വരെ ഏതെങ്കിലും ഒരു ഭിക്ഷക്കാർക്കോ പാവപ്പെട്ടവർക്കോ കൊടുത്താൽ മതിയല്ലോ. കുറെ എണ്ണങ്ങൾ വേണ്ട. നെക്സ്റ്റ് ഒന്നും കൂടി ഉണ്ട്, അതുകൂടി തീർത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുട്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടാൽ തോന്നും നിലവിലെ ഫ്രാൻസിന്റെയോ അമേരിക്കയുടെ റെക്കോർഡാണ് തകർത്തിരിക്കുന്നത് എന്ന്. ഈ കമന്റ് ഇട്ടവനോട് പറയാനുള്ളത്, നമ്മളെ നാട്ടില് പുട്ട്, ഓക്കെ, നമ്മളെ നാട്ടില് ലോക റെക്കോർഡ് എന്ന് പറയുമ്പോൾ എല്ലാ ലോക റെക്കോർഡുകളും പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ സംഗതികളുണ്ട്. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു റെക്കോർഡ് നമ്മളെ നാട്ടിൽ നിന്ന് തകർക്കും ഇല്ലേ? ഏറ്റവും വലിയ ഇറ്റലി പറയാൻ പറ്റില്ല, ചിലപ്പോ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോ ഇത് വേറെ നാട്ടുകാർ കണ്ടു. ഇത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഉള്ള ഈ റെക്കോർഡ് തകർക്കുക ഫ്രാൻസിന്റെ അമേരിക്കന് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കാരുടെ റെക്കോർഡ് തകർത്തൂടെ? മനുഷ്യനൊരു മനുഷ്യന്റെ റെക്കോർഡല്ലേ തകർക്കണം അല്ലേ? ഈ മെസ്സേജ് എനിക്കൊരു കാര്യം മാത്രമല്ല, പുട്ട് ഈസ് പുട്ട് ബട്ട് നോ മോർ പുട്ട്. ഇതിപ്പോ എന്താ അല്ല, അതിലേറെ വേറൊരു കാര്യം പറയണ്ട്. ഫിറോസ് ഭായ് പുട്ടുണ്ടാക്കി തള്ളിയതിനേക്കാ വലിയ തള്ളാണ് കമന്റ് ബോക്സിൽ ഇവരെ തള്ളി. നിങ്ങളെ തള്ളാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. ഫിറോസ് ഭായ് ഉണ്ടാക്കിയ പുട്ടിന് റെക്കോർഡ് കിട്ടുന്നുണ്ട്. റെക്കോർഡ് പൊട്ടിക്കും. അതെ, കമന്റ് റെക്കോർഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല മെനക്കെട്ട പണിയാണ് ഇത് ഉണ്ടാക്കി വന്ന്. ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന ഈ പണിയാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല. ഞങ്ങൾ വെറുതെ ക്യാമറ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ കുടിയും പോയി. ഇപ്പൊ മൂപ്പര് നല്ല പണിയാണ് എടുക്കുന്നത്. അത് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ചില്ലറ പരിപാടിയില്ല, 10-40 ആൾക്കാർക്ക് ജോലി കൊടുത്ത് അവരവിടെ ഒപ്പം കൊണ്ട് നടന്ന്. അതെ, ഇത് ചെറിയ കളിയല്ല ഫിറോസ് ഭായ് കളിക്കുന്നത്. അപ്പൊ മൂപ്പര് പുട്ടുണ്ടാക്കി തള്ളിയാലും ഇപ്പൊ എന്ത് ചെയ്താലും അതിനൊരു നല്ല എഫേർട്ട് മൂപ്പർക്ക് ഉണ്ട്.
നിങ്ങൾ ഞങ്ങളെ പറഞ്ഞോ അല്ലേ? പറയുണ്ടല്ലോ, അതിന് കുറവൊന്നുമില്ലല്ലോ. പറയണം, ഇനിയും പറയണം നിങ്ങൾ അല്ലേ? നല്ല ഓരോരോ കമന്റുകളും ഞങ്ങൾക്ക് ഊർജ്ജമാണ്. പരദൂഷണ കമ്മിറ്റി, കുടുംബശ്രീ ടീം ഒക്കെ. ഞാൻ കുടുംബശ്രീ അമ്മാവൻ നമ്പർ 1 ഏജന്റ്. ഞാൻ അമ്മായി, അമ്മായി, ബാംഗ്ലൂർ അമ്മായി മാറി ഞാൻ കുടുംബശ്രീ അമ്മായി. കുടുംബശ്രീ അമ്മായി. ഇയാള് കുടുംബശ്രീ നാഥൻ. ഞാൻ അതിന്റെ അപ്പുറത്ത് വേറൊരു കുടുംബശ്രീ കലാത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്ത് കുടുംബശ്രീ ഷുമാക്കറും ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് മൊത്തം അങ്ങനെ ഒരു ടീമാണ്. ഇനി ഞങ്ങള് പോയി പുട്ട് കിട്ടാൻ പോട്ടെ. ഞങ്ങളിവിടെ ഹോട്ടലിലാണ്. എന്താ അഭിയ? അതെയോ?